many of you, God is going to breathe over you today. ഇന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, നിങ്ങളിൽ പലരുടെ മേലും ദൈവിക ശ്വാസത്തെ ഊതിവിടുന്ന ഒരു ദിവസമായത്. I feel that the call, is the Lord is stirring up that call once again. ഒരു പ്രാവശ്യം കൂടി ആ വിളിയെ തട്ടി ഉണർത്തി ദൈവം കൊണ്ടുവരികയാണ്. Amen. Amen. He's going to light that fire again. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു തീയെ കത്തിച്ചു വിടുന്ന ദിവസമാണ്. The beauty about altars, യാഗപീഠങ്ങളുടെ ഒരു മഹത്വം, അതിന്റെ മനോഹരത്വം എന്താണ്? is that when God said, build me an altar, എനിക്കൊരു യാഗപീഠം പണിയണം എന്ന് പറയുമ്പോൾ, we love to build on testimonies. നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങളുടെ മേൽ പണിയുന്നവരാണ്. Sometimes I remember in between while I was in ministry, sometimes it hits your head that you've done all of this. നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് കയറി വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതൊക്കെ ചെയ്തല്ലോ. When people start complimenting you, ആൾക്കാർ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. And then one day the Lord was telling me, ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചു, that the reason I'm telling you to build altars is because fire will not fall on trophies but only on altars. ആമേൻ. എന്നാൽ ഒരു ദിവസം ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്, യാഗപീഠങ്ങൾ നീ പണിയണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? തീ വീഴുന്നത് യാഗപീഠത്തിന്റെ മുകളിലാണ്, അല്ലാതെ നീ എനിക്ക് വേണ്ടി നേടിയെടുത്തോണ്ട് വരുന്ന സമ്മാനങ്ങളുടെ മുകളിലല്ല തീ വീഴുന്നത്. Because if my fire falls on your trophies, നിന്റെ സമ്മാനങ്ങളുടെ മേലാണ് എന്റെ തീ വീഴുന്നത്, it will burn to ashes. പെട്ടെന്ന് തന്നെ കത്തി ചാമ്പലായി പോകും. But when it is on an altar, എന്നാൽ ഒരു യാഗപീഠത്തിന്റെ മേൽ ആ തീ വീഴുമ്പോൾ it goes up as a sweet smelling fragrance. അത് ദൈവസന്നിധിയിൽ ഒരു സുഗന്ധമായി ധൂപമായി കയറുന്ന ഒരു കാര്യം. That is why he said, build me an altar. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി യാഗപീഠം പണിയണമെന്ന് Keep building me an altar. എനിക്ക് വേണ്ടി യാഗപീഠങ്ങൾ പണിതുകൊണ്ടേയിരിക്കണം. I believe this is important because the Bible says that we are royal priests. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം രാജകീയ പുരോഹിത വർഗ്ഗമാണ്, and a holy nation. നമ്മൾ ഒരു വിശുദ്ധ രാജ്യമാണ്. We need to understand what it means to be a priest. ആരാണ് ഒരു പുരോഹിതൻ എന്ന് നാം മനസ്സിലാക്കണം. To understand that, I'm going to take you a little back into history. കുറച്ച് നിങ്ങളെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് പുറകോട്ട് കൊണ്ടുപോകുകയാണ്. Before anything was created, എന്തും സൃഷ്ടിക്കുന്നതിന് മുൻപ് the Trinity existed. ത്രിത്വം അവരുണ്ടായിരുന്നു. The Father, the Son and the Holy Spirit. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. There was perfect fellowship between them. അവര് തമ്മിൽ ഏറ്റവും മനോഹരമായ തികഞ്ഞ കൂട്ടായ്മയുണ്ടായിരുന്നു. And out of this came out goodness and love. അതിനകത്തുനിന്നാണ് ദൈവത്തിന്റെ നന്മയും സ്നേഹവും ഒക്കെ വന്നത്. And so creation is a result of that oneness. ആ ഒരുമയ്ക്കകത്തുനിന്നാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് പുറപ്പെട്ടു വന്നത്. Because of that fellowship and desire, they decided to create something. ആ ഒരു കൂട്ടായ്മയ്ക്കകത്തുനിന്നാണ് ചില കാര്യങ്ങൾ സൃഷ്ടിച്ച് പുറത്തു വരുവാനിടയായത്. And that is why he made us in his own image. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിക്കുവാനിടയായത്. So that we would participate along with them in that fellowship. നാം ദൈവത്തോട് കൂടെ ആ കൂട്ടായ്മയിൽ ഒന്നായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Like they were close and had fellowship, God intended us to have fellowship and intimacy with him. ത്രിത്വത്തിന്റെ അകത്ത് അവർ തമ്മിലുണ്ടായിരിക്കുന്ന കൂട്ടായ്മ പോലെ തന്നെ നമ്മളും ദൈവവുമായി കൂട്ടായ്മ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. And the Garden of Eden, ഏദൻ തോട്ടത്തിൽ, that was where the story started. അവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. So I want you to see this as a priest. അത് നിങ്ങൾ ഒരു പുരോഹിതന്റെ രീതിയിൽ അതിനെ കാണണം. Because Eden was the first temple. ആദ്യത്തെ ഒരു മന്ദിരം, ദേവാലയം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. And Adam became the first priest. ആദാമാണ് അവിടുത്തെ ആദ്യ പുരോഹിതനായി മാറിയത്. Are you with me? എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? He became a caretaker.
അവിടെ സകലത്തെയും മുമ്പോട്ട് പരിപാലിച്ചു നടത്തുന്നവനായി മാറി. And so Adam in fellowship with God ദൈവത്തോട് കൂട്ടായ്മയായിരുന്നു ആദാമിന്. brought the will of God on earth. ദൈവത്തിന്റെ ഹിതത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനിടയായി. See, that was God's desire. അത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. To bring heaven on earth. ഈ സ്വർഗ്ഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ. So the priest is a representation of God on earth. ദൈവത്തിന്റെ ഒരു രൂപമാണ് ഈ പുരോഹിതൻ ഈ ഭൂമിയിൽ. See, the Old Testament, there was an approach that brought that only through sacrifices we could come to him. ദൈവത്തിന്റെ ഒരു സിസ്റ്റമായിരുന്നു ഇത്. ഒരു യാഗം അർപ്പിക്കുന്നതിലൂടെ മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയൂ. So in the Old Testament the priest became the bridge between God and man. പഴയ നിയമത്തിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയ്ക്ക് വന്ന് നിന്നയാളായിരുന്നു പുരോഹിതൻ. In the Old Testament there was a priesthood. പഴയ നിയമത്തിൽ ഒരു പൗരോഹിത്യം നാം കാണുന്നു. In the New Testament we are the priesthood. എന്നാൽ പുതിയ നിയമത്തിൽ പുരോഹിതന്മാരായി നമ്മെയാണ് നിർമ്മിച്ചാക്കി വെച്ചത്. We are the priests. നമ്മളാണ് പുരോഹിതന്മാർ. Amen. Every believer is a priest. ഓരോ വിശ്വാസിയും ഒരു പുരോഹിതനാണ്. Not only those who are up here. ഇവിടെ കയറി നിൽക്കുന്നവർ മാത്രമല്ല. And the only essence of being a priest is that you have full access to God. എന്താണ് ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കലേക്ക് കയറി ചെല്ലുവാൻ നിങ്ങൾക്ക് എല്ലാ സാധ്യതകളും ഉണ്ട്. In the Old Testament they had to follow some procedures. പഴയ നിയമത്തിൽ ചില കാര്യങ്ങളിലൂടെ കടന്ന് മാത്രമേ അവർക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. Are you with me? But today we can, go into his presence calling him Abba Father. എന്നാൽ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കയറി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നു. But the first work and the first ministry of the priest was not to take care of Garden Eden, it was to have fellowship with God. എന്നാൽ ആദാമിനെ ഒരു പുരോഹിതനായി നാം കാണുമ്പോൾ ആ ഏദൻ തോട്ടത്തെ നോക്കി നടത്തുക എന്നുള്ളതല്ല, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. So as a priest, your first ministry is not to people, ഒരു it's പുരോഹിതൻ to God himself. ഒരു പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യരോടല്ല നിങ്ങൾക്ക് ഒന്നാമതായി കാര്യമുള്ളത്, ദൈവത്തോട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ വിളി. Enjoying that fellowship with God. ദൈവത്തോടുള്ള കൂട്ടായ്മ ആസ്വദിച്ചുകൊണ്ട് മുന്നേറുവാൻ, Understanding God's heart. ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുവാൻ കഴിയണം. And stewarding that from a place of friendship. അത് ദൈവത്തോടുള്ള കൂട്ടായ്മ, സ്നേഹം, സൗഹൃദത്തിന്റെ അകത്തുനിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു കാര്യം. And then you cultivate. അതിനുശേഷമാണ് അതിലേക്ക് നാം And കയറുന്നത്. then you guard. അതിനുശേഷമാണ് നാം അതിൽ മുമ്പോട്ട് പോകുന്നത്. So the Garden of Eden ഈ ഏദൻ തോട്ടത്തിൽ was the beginning of everything. ഈ കാര്യങ്ങളുടെ ആരംഭം നാം അവിടെയാണ് കാണുന്നത്. Amen. Amen. So if somebody asks you what is your ministry, your first ministry is fellowship with God. നിങ്ങളുടെ ശുശ്രൂഷ എന്തായിരിക്കുന്നു എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഒന്നാമതായി ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് അത് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയണം. Are you with me, church? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? And if you keep this aside, ഇനി ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റിവെച്ചാൽ, and if your focus is just on your ministry, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശുശ്രൂഷ എന്ന് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ, one day what will happen? ഒരു ദിവസം എന്ത് സംഭവിക്കും? You will get burnt out. നിങ്ങൾ ബേൺഡ് ഔട്ട് ആയി പോകും, ക്ഷീണിച്ചു പോകും. There will be no fuel. അതിനകത്ത് നിങ്ങളുടെ ഇന്ധനം നഷ്ടപ്പെട്ടതുപോലെ ആയി തീരും. Only when you have fellowship, നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രം you are filled and refueled. നിങ്ങൾ വീണ്ടും വീണ്ടും നിറയുകയും വീണ്ടും വീണ്ടും ഇന്ധനമുള്ളവരായി മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. Amen. ആമേൻ. So your first job is to minister to God. നിങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. And then everything will flow out of that friendship. അതിനകത്തുനിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും പുറപ്പെട്ടു വരുന്നത്. Amen. Are you with me today? Amen. 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 Yes.
Genesis 2:15. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാം It വാക്യം. says like this: the Lord God took the man and put him in the Garden of Eden to till it and to keep it. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. So first fellowship with God, ആദ്യം ദൈവത്തോടുള്ള കൂട്ടായ്മ, ministry to God, ദൈവത്തെ ശുശ്രൂഷിക്കുക, walk with God, ദൈവത്തോട് and സഞ്ചരിക്കുക. the second here we see is to keep, to till and to keep. രണ്ടാമത്തെ ഒരു കാര്യമായി നാം ഇവിടെ കാണുന്നത് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയത് തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും. The words in Hebrew, it means to work and to guard. അവിടെ എബ്രായ പദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേല ചെയ്യുക, അതിനെ കാക്കുക എന്നൊരർത്ഥം അതിനകത്തുണ്ട്. We will read another verse in Numbers 18:7. സംഖ്യാപുസ്തകം 18:7. God begins to speak about priesthood here. അവിടെയാണ് പൗരോഹിത്യത്തെ കുറിച്ച് ദൈവം വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നത്. It says, and you and your sons, you shall guard your priesthood. ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കൽ തിരശീലയ്ക്ക് അകത്ത് ഉള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ചും ശുശ്രൂഷ കാര്യത്തിന് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. I have given you priesthood as a gift. ഞാൻ ഈ പൗരോഹിത്യം നിങ്ങൾക്കൊരു ദാനമായി നൽകിയിരിക്കുക. So Adam was put as the first priest and Eden as the first temple. ആദാമിനെ ദൈവം ആ ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ പുരോഹിതനായി നിയോഗിക്കുകയാണ്. And then Adam began to move ആദാം അവിടെ ചലിച്ചു തുടങ്ങിയപ്പോൾ as a prophet, അവിടെ ഒരു പ്രവാചകനായി, as a priest, അവിടെ ഒരു പുരോഹിതനായി, and as a king. അവിടെ ഒരു രാജാവായി. 3 different roles. 3 വ്യത്യസ്തമായ Adam റോളുകളിൽ began to walk in. ആദാം അതിനകത്തേക്ക് ചലിക്കുകയാണ്. We see Adam's kingship. നമ്മൾ അവിടെ ആദാം ഒരു രാജാവിനെ പോലെ രാജ്യത്വം നടത്തുന്നത് And കാണുന്നു. God told him to cultivate the garden. ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ഒരു തോട്ടത്തിൽ നീ ഇങ്ങനെയൊക്കെ And ചെയ്യണം. he says to take dominion. നീ അവിടെ അധികാരം ചെലുത്തണമെന്ന് പറയുന്നു. Amen. Amen. Adam began to name the animals. ആദാമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ ജന്തുക്കൾക്കും പേരിട്ടത്. Amen. Amen. He began to move. അവിടെ കാര്യങ്ങളിൽ താൻ മുൻപോട്ട് ചലിക്കുക. As a king, as a prophet, as a priest. ഒരു രാജാവായി, ഒരു പുരോഹിതനായി, ഒരു പ്രവാചകനായി താൻ മുൻപോട്ട് He പോകുകയാണ്. walked in all 3 roles. ഈ 3 പദവികളിലും ആദാം സഞ്ചരിക്കുന്നതായി നമുക്ക് കാണുവാൻ That's the കഴിയും. beauty of being a priest. അതാണ് ഒരു പുരോഹിതനായിരിക്കുന്നതിന്റെ മഹത്വം. Amen. Amen. When I say prophet, understanding the heart of God. ദൈവത്തിന്റെ ഹൃദയത്തെ നാം ഇവിടെ കാണുകയാണ്. Today prophets are all over in different forms. ഇന്ന് പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പല രൂപങ്ങളിലും ഭാവങ്ങളിലും എല്ലാ ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നു. Some of them become prophets on the way to the meeting. ചിലര് യോഗത്തിലേക്ക് സഞ്ചരിച്ചു പോകുന്നതിന്റെ വഴിയിൽ പ്രവാചകന്മാരായി രൂപാന്തരപ്പെടുന്നവരാണ്. Here the Lord is saying that when you are a priest, എന്നാൽ നീ ഒരു പുരോഹിതനാണെങ്കിൽ you will begin to move in all of this. നീ ഈ എല്ലാ കാര്യത്തിലും മുൻപോട്ട് പോകും Because your എന്നാണ് പറയുന്നത്. source is me. കാരണം നിന്റെ സ്രോതസ്സ് ഞാനായിരിക്കുന്നു. Everything comes from me. എല്ലാം നീ എന്നിൽ നിന്നാണ് The പ്രാപിക്കുന്നത്. beginning is me. ഞാനാണ് നിന്റെ ആരംഭം. The omega is me. ഞാനാണ് ഇതിന്റെ അവസാനം. Everything flows from me. എല്ലാ കാര്യങ്ങളും നീ എന്നിൽ നിന്നും പ്രാപിച്ചാണ് And ചെയ്യുന്നത്. that's why Adam learned to cultivate that and grow in the Lord in fellowship by walking with God every day. അങ്ങനെയാണ് ആദാം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഓരോ ദിവസവും മുൻപോട്ട് സഞ്ചരിക്കുവാനായിട്ട് പഠിച്ചത്. To enjoy that intimacy. ദൈവത്തോട് ആ കൂട്ടായ്മ ആസ്വദിച്ചുകൊണ്ട്. I know we've heard the word intimacy so many times. നമ്മള് ഈ ഒരു ദൈവത്തോടുള്ള ഇന്റിമസി, മലയാളം what would you say? സഹിതം ഈസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്.
Intimacy is അടുപ്പം. I'm a bad person to ask. മലയാളം അറിയാത്തവരാണ്. I hope you understand what intimacy Yes, means. intimacy. But one thing I want to just share about intimacy is there's something that intimacy does sometimes. It keeps you hidden. ഈ ദൈവത്തോടുള്ള അടുപ്പം അതിനെ പെർസ്യൂ ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ പലപ്പോഴും നമ്മെ രഹസ്യ സ്ഥലങ്ങളിൽ ഇരുത്തുന്ന ഒരു കാര്യമാണ്. Have you noticed that? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? The more you want to be with Him, എത്രയധികം കർത്താവിനോട് കൂടെ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, sometimes the Lord will bring situations. ചില സമയങ്ങളിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. And sometimes you feel, Lord, why isn't anything happening? നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാ ദൈവമേ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗമനമോ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരിക്കുന്നത്? Because there's nothing more beautiful than having fellowship with Him. അതിൻ്റെ പലപ്പോഴും ഒരു കാരണമുണ്ട്. മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് ആചരിക്കുന്ന ആ അടുപ്പം, ആ സഹിത്വം, അതിലും വിലയേറിയത് നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. And so that is why priesthood, it was first, again I'm saying this, to minister to God. ഒന്നാമതായി പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. Second, to cultivate and guard. രണ്ടാമത്തെ കാര്യം വേല ചെയ്ത് ആ തോട്ടത്തെ കാക്കുക എന്നുള്ള ജോലി. So I want you to understand where this all started. എവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം ആരംഭിച്ചത് എന്നാണ് നാം നോക്കുന്നത്. Amen. Amen. Now what is the connection എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യവുമായിട്ട് ഇതിന് ബന്ധമുള്ളത്? between Eden, the first temple, ആദ്യത്തെ ദേവാലയം എന്ന് കാണുവാൻ കഴിയുന്ന ഏദൻ തോട്ടം, and the new covenant temple? ഈ പുതിയ ഉടമ്പടിക്കകത്ത് ഉള്ള ദേവാലയം. There is one thing, ഒരു കാര്യം ശ്രദ്ധിക്കണം. the river of God. ദൈവത്തിന്റെ നദി എന്ന് പറയുന്ന ഒരു കാര്യം സമമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. The river of God. ദൈവത്തിന്റെ നദി. It says that in both a river flowed out of it. ഇതിനകത്ത് രണ്ടിനകത്തും അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ഒരു നദിയെ കുറിച്ച് വിവരിക്കുന്നു. Let's read Genesis 2:10. ഉൽപ്പത്തി 2:10 നമുക്കൊന്ന് വായിക്കാം. It says, and now a river flowed out of Eden to water the garden, and from there it divided into 4 rivers. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. So a river is flowing out of Eden. ഈ ഏദൻ തോട്ടത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്. And in Ezekiel chapter 47:1, he sees the vision of the new covenant temple. എസേക്കിയേൽ 47 അതിന്റെ 1 പുതിയ ഉടമ്പടിക്കകത്തുണ്ടായിരിക്കുന്ന ദേവാലയത്തിന്റെ ഒരു ദർശനം പ്രവാചകൻ കാണുകയാണ്. Can we read Ezekiel 47:1? നമുക്ക് എസേക്കിയേൽ 47 അതിന്റെ 1 വായിക്കാം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കിഴക്ക് നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്തു നിന്ന് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ടെ ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തെങ്കിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. Amen. Now let's jump to verse 9. 9 വാക്യത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് വരാം. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ആമേൻ, ആമേൻ. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഹല്ലേലൂയ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ആമേൻ, ആമേൻ. Everything will live where the river goes. ഹല്ലേലൂയ. ദൈവത്തിന്റെ നദി പുറപ്പെട്ടു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു. John chapter 4:14, he says, whoever drinks of the water I will give him, something that he will never thirst. യോഹന്നാൻ 4:14 യേശു കർത്താവ് പറയുവാണ്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ അവൻ ഒരു നാളിലും ദാഹിക്കുകയില്ല. Jesus is beginning to show us a new paradigm.
എന്നാൽ യേശു കർത്താവ് നമ്മളെ ഒരു പുതിയ തലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. In John chapter 2, Jesus is saying to the Pharisees, he says, I will destroy this temple and in 3 days I will raise it up. യേശു കർത്താവ് യോഹന്നാൻ 2-ൽ പരീശന്മാരോട് പറയുകയാണ്, 3 ദിവസത്തിന്റെ അകം ഈ ആലയം അത് വീഴുകയും ഞാൻ അതിനെ വീണ്ടും പണിയുകയും ചെയ്യും. So what is the reality today? ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? It has moved അത് ചലിച്ചിരിക്കുന്നു. from just a place. ഒരു സ്ഥലം എന്ന് വിശേഷിപ്പിക്കുവാൻ Jesus was കഴിയില്ല. talking about his body. യേശു കർത്താവ് തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. Are you with me? ആമേൻ. The transition. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്ലാനുകൾ മുൻപോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്? He is bringing the new covenant. പുതിയ ഉടമ്പടിയെ താൻ കൊണ്ടുവരികയാണ്. And he's saying that everything that comes out of the river will give life. ഈ നദിക്കകത്തുനിന്ന് പുറപ്പെട്ടു വരുന്നതെല്ലാം ജീവനെ പുറപ്പെടുവിക്കുമെന്ന് പറയുകയാണ്. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus came back. യേശു മടങ്ങി വന്നു. Not to restore Adam back into Eden. ആദാമിനെ വീണ്ടും ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പദ്ധതി ആയിരുന്നില്ലത്. But to bring Eden back into us. എന്നാൽ ഏദൻ തോട്ടത്തിന്റെ അനുഭവം നമ്മളിലേക്ക് മടക്കി കൊണ്ടുവരുവാനാണ്. We are the temple today. നാമാണ് ഇന്ന് ദൈവത്തിന്റെ ആലയമായി And മാറുന്നത്. everything that flows out നമ്മുടെ അകത്തുനിന്ന് പുറപ്പെടുന്നതെല്ലാം will bring life. അതെല്ലാം ജീവൻ കൊണ്ടുവരും. The Holy Spirit will begin to flow out. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും ചലിക്കും. And everything that it touches will give life. ആ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതിനൊക്കെയും ജീവൻ ഉണ്ടാകും. Amen. Amen. Many times we Hallelujah. talk about our cities. പലപ്പോഴും നമ്മൾ നമ്മുടെ പട്ടണങ്ങളെ കുറിച്ച് We പറയുന്നവരാണ്. talk about our state. നമ്മുടെ സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നവരാണ്. Many negative things. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറയും. But I wonder ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. how when the angels and all look down, they say that the whole earth is full of his glory. ദൂതന്മാര് കുനിഞ്ഞു നോക്കുമ്പോൾ ഈ ഭൂമി മുഴുവനും ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് എങ്ങനെയാണ് അവർക്ക് പറയുവാൻ For കഴിയുന്നത്? us it is all complaints and problems. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പോരായ്മകളാണ്, എല്ലാം പിറുപിറുപ്പാണ്. We have to stop complaining നമ്മൾ അങ്ങനെ കംപ്ലൈൻ ചെയ്യുന്നവരായിരിക്കരുത്. because we are priests. കാരണം നമ്മളെ ദൈവം പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുന്നു. Everything that flows out നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് brings life. അത് ജീവൻ കൊണ്ടുവരും. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. What flows out of you is bringing life. നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത് ജീവനെ That's ഉണ്ടാക്കുന്നതാണ്. why Jesus said, from the innermost will flow rivers of living water. നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ജീവജലത്തിന്റെ നദികൾ അത് ജീവനെ പുറപ്പെടുവിക്കുവാൻ മതിയായതാണ്. So when you allow that priesthood Hallelujah. to really work in your life, you will begin to move like this. ആ പൗരോഹിത്യം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഏറ്റെടുക്കുമ്പോൾ ഈ ജീവനാണ് നമ്മളിൽ നിന്നും പുറപ്പെട്ടു വരുന്നത്. That means you worship, it will affect a city. നിങ്ങളുടെ ആരാധന നിങ്ങളുടെ പട്ടണത്തെ തൊടുവാനിടയാകും. Why? ഹല്ലേലൂയ. എന്തുകൊണ്ട്? Because we are priests. കാരണം നമ്മൾ പുരോഹിതന്മാരാണ്. And then what we release എന്താണ് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്? changes atmosphere, അത് അന്തരീക്ഷത്തെ രൂപാന്തരപ്പെടുത്തുന്നു. brings life. അത് ജീവനെ കൊണ്ടുവരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Are you with me today? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? It will touch everybody. അത് എല്ലാവരെയും സ്പർശിക്കുവാൻ See, that മതിയായതാണ്. is why praise, worship and intercession is so powerful. അതുകൊണ്ടാണ് ആരാധനയും സ്തുതികളും മധ്യസ്ഥ പ്രാർത്ഥനകളും അത്രമാത്രം ശക്തമായി. But Jesus is setting the order. എന്നാൽ യേശു കർത്താവ് അതിന് ഒരു ക്രമം വെച്ചിട്ടുണ്ട്. He says, he who drinks of me എന്നിൽ നിന്നും കുടിക്കുന്നവൻ will have the river flowing. അവന്റെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുന്നത്.
Not a ministry, not your ministry qualifications, nothing. നിങ്ങൾ എന്ത് ശുശ്രൂഷ ചെയ്യുന്നെന്നോ അതിനുള്ള എന്ത് യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെന്നോ അതൊന്നുമല്ല അതിന്റെ കാര്യം. Amen. The first, Hallelujah. understand as you minister to Him, നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ, as you're intimate with Him, അത് നിങ്ങൾ കർത്താവുമായി ആ സഹിത്വം as you പുലർത്തുമ്പോൾ, grow in fellowship and you walk with Him, നിങ്ങൾ കർത്താവിനോട് കൂടെ ചലിക്കുവാൻ നിങ്ങൾ പരിശീലിക്കുമ്പോൾ, God will give you the authority. ദൈവം നിങ്ങളെ അധികാരം ധരിപ്പിക്കും. I am ആമേൻ, believing ആമേൻ. ഞാനത് That വിശ്വസിക്കുന്നു. one day we will have worship in the parliament. ഞാനത് വിശ്വസിക്കുകയാണ്. പാർലമെന്റിന്റെ അകത്ത് യേശുവിങ്കലേക്കുള്ള ആരാധനകൾ ഉയരുന്ന നാളുകൾ സമീപമായ. I'm not afraid to say that, അത് പറയുവാൻ എനിക്ക് ഭയമില്ല. because I know we all carry life. കാരണം എനിക്കറിയാം നമ്മളെല്ലാം ഈ ജീവനെ കൊണ്ടു നടക്കുന്നവരാണ്. And when we release life, ആ ജീവനെ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ, whatever it touches brings life. എന്തിനെ അത് സ്പർശിക്കുന്നുവോ അവിടെ ജീവൻ ഉളവാകും. Amen. ആമേൻ. So remember this. അതുകൊണ്ട് ഇതോർക്കണമേ, You are a priest. നിങ്ങളൊരു പുരോഹിതനാണ്. First, minister to God. ഒന്നാമതായി ദൈവത്തെ ശുശ്രൂഷിക്കണം. Your fellowship with God. നിങ്ങൾക്ക് ദൈവത്തോടുണ്ടായിരിക്കുന്ന കൂട്ടായ്മ. Second, cultivate and guard. രണ്ടാമത്, നിങ്ങൾ വേല ചെയ്ത് അതിനെ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം. Cultivate and guard. നിങ്ങൾ ജോലി ചെയ്ത് സംരക്ഷിക്കേണ്ട ആവശ്യകത. Amen. I remember when we moved to Delhi the first time, the kind of negative reports that we got. ഡൽഹിയിലേക്ക് ആദ്യമായി സ്ഥലം മാറിപ്പോയപ്പോൾ ഞങ്ങളിലേക്ക് ആദ്യമേ വളരെ നെഗറ്റീവായിട്ട് വന്ന ചില കാര്യങ്ങൾ. Many pastors' kids said, "This is not the city that you should come." ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ അടുത്ത പാസ്റ്റേഴ്സ് പോലും വന്നിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ പട്ടണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതല്ല. This pollution ഭയങ്കര മലിനീകരണമാണ്, അന്തരീക്ഷ മലിനീകരണം. and everything is expensive. അവിടെ എല്ലാത്തിനും വില കൂടുതലാണ്. Why here? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? You know, we knew that we just had a mandate. എനിക്കൊരു കാര്യം അറിയാം, ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. We didn't know that, maybe just worship in a room like this can affect, atmosphere. അന്ന് അവിടെ എത്തിച്ചെന്നപ്പോൾ ആ ഒരു മുറിക്കകത്തിരുന്ന് ഞങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം സ്വാധീനിക്കുമെന്നൊന്നും അത്ര വലിയ മനസ്സിലാക്കലുണ്ടായിരുന്നില്ല. So many young kids have grown, have come through, us, and then we've got the chance to minister to them. ഒത്തിരി യൗവനക്കാര് അവർ ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് അവരിലേക്ക് ശുശ്രൂഷിച്ച് അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട് ശിഷ്യത്വത്തിൽ മുൻപോട്ട് പോയി അവർക്ക് അങ്ങനെ വരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം. But one of the main desires and dreams എന്നാൽ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം, ഒരു സ്വപ്നം was to see cities and nations change. ആമേൻ. എന്നാൽ ആ പട്ടണങ്ങളും ദേശങ്ങളും അത് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെടുന്നത് കാണണം. And that is why worship and intercession is so important. അതുകൊണ്ടാണ് ആരാധനയും മധ്യസ്ഥത അണയ്ക്കുന്നതും അത്രമാത്രം പ്രാധാന്യത The അർഹിക്കുന്നത്. beauty about being a priest ഒരു പുരോഹിതനായിരിക്കുന്നതിനകത്തുള്ള മനോഹരത്വം is that the river flows out of you. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ നദി ഒഴുകുകയാ. And this river doesn't just build churches, it builds the kingdom. ഈ നദി നിങ്ങളിൽ നിന്ന് ഒഴുകുമ്പോൾ ചില സഭ ശുശ്രൂഷകൾ സ്ഥാപിക്കപ്പെടുമെന്നുള്ളതല്ല, ദൈവരാജ്യം പണിയപ്പെടും. The ആമേൻ. kingdom is built. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടും. It means everything is blessed. എല്ലാം അങ്ങ് It അനുഗ്രഹിക്കപ്പെടുകയാണ്. means where there is darkness and where there is chaos, when Amen. priestly worship and Amen. prayer Amen. rises, Amen. Amen. something begins to change. ഹല്ലേലൂയ. അന്ധകാരമുള്ളിടത്ത്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളിടത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുമ്പോൾ അവിടെ മനോഹരത്വം ഉണ്ടാകുകയാണ്. Ezekiel is seeing this. എസേക്കിയേൽ ഈ ദർശനം കാണുകയാ. Ezekiel 47. 47-ാം അധ്യായം. Let's read verse 12. അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും
അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. Wow. Can we read Revelation 22, 1 and 2? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-2 വായിക്കാമോ? John 22. says the same thing. അതേ കാര്യമാണ് യോഹന്നാൻ ഇവിടെ കണ്ടു പറയുന്നത്. 22-ന്റെ വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഹല്ലേലൂയ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ആമേൻ. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ആമേൻ, ആമേൻ. Healing of the nations. Wow. Amen. Isn't that so beautiful? Yes, it is. That when this priestly worship and prayer rise, what you're affecting is the invisible realm. ഹല്ലേലൂയ. ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഇങ്ങനെയുള്ള ആരാധനകളും പ്രാർത്ഥനകളും വെളിപ്പെടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ അദൃശ്യമായ ആത്മമണ്ഡലങ്ങൾ അവിടെ Maybe സ്പർശിക്കപ്പെടുകയാണ്. you cannot see it or you can feel it. You cannot ഒരുപക്ഷെ feel it. നിങ്ങളത് കാണുന്നില്ല, നിങ്ങൾക്കത് തൊട്ട് മനസ്സിലാക്കുവാൻ But it കഴിയുന്നില്ല. will. പക്ഷേ അത് അങ്ങനെ That's തന്നെ. why John is saying here അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ that പറയുന്നത് the ultimate ending from the river of God, ഈ ദൈവത്തിന്റെ നദി അത്യന്തികമായി ചെന്ന് അവസാനിച്ച് that it സ്പർശിക്കുന്നത് flows from the throne of God ഇത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നു, and it will bring life ജീവനെ കൊണ്ടുവരുന്നു. to anything that it touches. എന്തിനെ സ്പർശിച്ചാലും അവിടെ ജീവൻ ഉണ്ടാകുന്നത് പോലെ Even you, നിങ്ങൾ പോലും ഹല്ലേലൂയ, anything that is around. എന്ത് നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിലും. Amen. ആമേൻ. So let us learn to have that fellowship with the Alpha and Omega. ആൽഫയും ഒമേഗയുമായിരിക്കുന്ന ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം. Let us learn to be presence carriers. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരായി മാറാം. Amen. ആമേൻ, ആമേൻ. Even today I believe ഇന്നും ഞാനത് വിശ്വസിക്കുന്നു. that as priests, പുരോഹിതന്മാരായി you know, we can sit in a coffee shop and God can show up there. നമ്മളൊരു കോഫി ഷോപ്പിൽ പോയി ഇരിക്കുകയായിരിക്കും, എന്നാൽ അവിടുത്തെ അന്തരീക്ഷത്തെ സ്പർശിക്കുവാൻ ദൈവം നമ്മുടെ അകത്ത് ആ ജീവനെ ആക്കി വെച്ചിട്ടുണ്ട്. Some of us say, oh no, come for next week's service. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആ അടുത്ത പ്രാർത്ഥനാ യോഗത്തിൽ വന്നാലായിരിക്കും ദൈവം സ്പർശിക്കുന്നത്. You carry life. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ ദൈവീക ജീവനെ കൊണ്ടു നടക്കുന്നവരാ. You ഹല്ലേലൂയ. are a portable altar. നിങ്ങള് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള യാഗപീഠം പോലെയാ നിങ്ങൾ നടന്ന് സഞ്ചരിക്കുന്നത്. Where you are, fire will come. നിങ്ങൾ എവിടെയാണോ അവിടേക്ക് തീ ഇറങ്ങും. Healing will come. അവിടെ സൗഖ്യമുണ്ടാകും, Blessing will come. അനുഗ്രഹമുണ്ടാകും, Deliverance will come. വിടുതലുണ്ടാകും. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Release. നിങ്ങളിൽ ഉള്ളതിനെ നിങ്ങൾ അങ്ങ് പുറപ്പെടുവിക്കണം. Speak in authority. നിങ്ങൾ അധികാരത്തോടെ സംസാരിക്കാൻ Because പഠിക്കണം. if you are a priest, നിങ്ങൾ ഒരു പുരോഹിതനാണെങ്കിൽ what we speak will bring life. നിങ്ങൾ സംസാരിക്കുന്നത് ജീവനെ പുറപ്പെടുവിക്കും. You are river makers. നിങ്ങൾ നദികളെ ഉണ്ടാക്കുന്നവരാണ്. Wherever there is no life, എവിടെയൊക്കെ ജീവനില്ലയോ the rivers will flow. അവിടെയൊക്കെയും ഈ നദി കടന്നു ചെല്ലും. It will bring life. അത് ജീവൻ ഉണ്ടാക്കും. Amen. Amen, amen. Isn't it so beautiful? അത്ര മനോഹരമായ And കാര്യമല്ലേ it ഇത്? flows from the throne ഇത് of God. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഒന്നാണ്. Even today, ഇന്നും I believe ഞാൻ വിശ്വസിക്കുന്നു God is going to build us. ദൈവം നമ്മെ പണിയാൻ പോകുന്ന Amen. ദിവസമാണ്. ഹല്ലേലൂയ. I know sometimes you think that no, Lord, is it me? ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഓ ദൈവമേ ഞാനോ? Can God use me? ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പറ്റും. Yes, He can use that person. അതെ, ദൈവത്തിന് ആ ആളെ ഉപയോഗിക്കാൻ പറ്റും. Amen. ആമേൻ. That's the beauty അതാണ് അതിന്റെ മനോഹരത്വം about God. ദൈവത്തെ കുറിച്ച്. That when He has made you priest, ദൈവം നിങ്ങളെ ഒരു പുരോഹിതനായി കണ്ടിരിക്കുന്നു. you know, He has made you priest to release life. ഈ ജീവനെ പുറപ്പെടുവിക്കുവാൻ അത്രേ നിങ്ങളെ ഒരു പുരോഹിതനാക്കി വെച്ചിരിക്കുന്നത്. You know, in the tabernacle of David, ദാവീദിന്റെ കൂടാരത്തെ നോക്കിയാൽ you know, later we begin to see, talk about the outer courts, the inner courts, and the most holy place. അവിടെ പ്രാകാരങ്ങളെ കുറിച്ച് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. You know,
the temple was built like that. ആ ദേവാലയം പണിയപ്പെട്ടത് മോശയുടെ കൂടാരം അങ്ങനെയായിരുന്നു. But when Jesus died, എന്നാൽ യേശു കർത്താവിന്റെ മരണത്തിൽ something happened there too. അവിടെയും ചിലത് സംഭവിച്ചു. The veil between, the inner courts and the most holy place was Amen. torn. അവിടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഇതിനെ പിരിച്ച് നിർത്തിയിരുന്ന ആ തിരശീല രണ്ടായി അത് കീറിമാറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Which means അതിന്റെ അർത്ഥം, when you are in the inner courts, നിങ്ങൾ ഈ വിശുദ്ധ സ്ഥലത്തായിരിക്കുമ്പോൾ you can anticipate and see what is happening in the most holy place. നിങ്ങൾക്ക് അതിവിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് അക്ഷരീകമായി കാണുവാൻ കഴിയും. Now I've heard a lot of people say this, and I've said this, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. that they can lead you into the most holy place. അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുമെന്നൊക്കെ. Nobody can lead you to the most holy place. ആർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കഴിയത്തില്ല. Because in the most holy place, it deals only with the spirit and not with flesh. അവിടെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ജഡത്തിന് സ്ഥാനമില്ല. ആത്മാവ് വസിക്കുന്ന, ആത്മാവും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടായ്മ. It is between your spirit and God's spirit. നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നതിനെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ So അനുഭവമായി if you want to go in, you have to go in yourself. അതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് പോകണം, ആരും കൊണ്ടുപോകാൻ The നിൽക്കരുത്. worship leaders will come all the way till the inner courts and show you that. നമ്മളെ വർഷിപ്പ് ലീഡേഴ്സിന് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? വിശുദ്ധ സ്ഥലം വരെ പാട്ടിലും സ്തുതിയിലും ആരാധനയിലും നിങ്ങളെ കൊണ്ടെത്തിച്ച് അവിടെ നിന്ന് മുമ്പോട്ട് നിങ്ങൾ തന്നെ സഞ്ചരിക്കേണ്ടുന്ന ദൂരമാണ്. That is your journey. അത് നിങ്ങളുടെ തനിയെ ഉള്ള യാത്രയാണ്. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. Anticipate what is happening, the Shekinah glory of God. അവിടെയാണ് ദൈവത്തിന്റെ ശഖൈന മഹത്വം ഇറങ്ങി Amen. വസിക്കുന്നത്. And David understood what that meant. ദാവീദിന് അത് എന്തായിരുന്നു എന്ന് പിടികിട്ടിയ ഒരാളാണ്. And that is why he said, I want that blue flame. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് അത് തന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് വേണം. Yes, I want the ark in the center of the city. അങ്ങനെ ഈ ദൈവത്തിന്റെ പെട്ടകം ഈ എന്റെ രാജ്യത്തിന്റെ നടുവിൽ ഉണ്ടായിരിക്കണം. And that is why worship is always around God. അതുകൊണ്ട് ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചുറ്റുമുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. There is no stage in heaven. ഈ സ്വർഗത്തിൽ ഒരു സ്റ്റേജ് ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. All of us worship leaders, we will lose our jobs. നമ്മൾ വർഷിപ്പ് ലീഡേഴ്സിന് ഒന്നും സ്വർഗത്തിൽ പണിയില്ല. We all become worshippers. നമ്മളെല്ലാവരും ആരാധിക്കുന്നവരായി മാറി. We will stand, around the throne of God. ഈ സിംഹാസനത്തിന്റെ ചുറ്റും നമ്മൾ നിൽക്കുകയാ. And we will begin to minister to Him. അവിടെയാണ് നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങുന്നത്. I wonder many times, പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടുന്നു. how is it, Lord, എങ്ങനെയാ കർത്താവേ that these angels are repeating the same thing again and again? ദൂതന്മാര് വീണ്ടും 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 ഒരേ പദം ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാ. In our churches, നമ്മുടെ സഭകളിലോ if we sing that line more than 6 times, ഒരേ ലൈൻ 6 പ്രാവശ്യത്തിൽ കൂടുതൽ പാടി everybody look at the worship leader. എല്ലാവരും വർഷിപ്പ് ലീഡറിനെ തുറച്ചു നോക്കുന്നു. വേറെ പാട്ടൊന്നുമില്ല. ഇന്ന് പുള്ളി വേറെ പാട്ടുമൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന അർത്ഥം. We get bored. നമുക്ക് അപ്പോഴത്തേക്കിനങ്ങ് ബോറടിക്കുക. Even the question after service, people ask, I don't understand, how was worship? ഒരു സർവീസ് കഴിഞ്ഞ ആൾക്കാരുടെ ചോദ്യം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു How ഇന്നത്തെ was ആരാധന? worship? ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? Worship has nothing to do with you. ആരാധന എന്ന് പറയുമ്പോൾ നിന്റെ തോന്നലുമായിട്ട് അതിന് എന്ത് ബന്ധം? It has to do with God. ഇത് ദൈവത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ലേ? So you can't even ask. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി When you're ഇല്ലെന്നാണ് ഞാൻ putting that വിശ്വസിക്കുന്നത്. question, how was worship? എങ്ങനായിരുന്നു ഉണ്ടായിരുന്നു ആരാധന എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ You're putting it like, I didn't get what I want or I got what I wanted. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന്
അറിയാമോ? ഞാൻ ആഗ്രഹിച്ചത് ചിലത് എനിക്ക് ആ സർവീസിൽ കിട്ടി, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ചിലത് ആ സർവീസിൽ കിട്ടിയില്ല എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. Worship is about God. ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള Angels കാര്യമാണ്. keep declaring the same thing. ഒരേ കാര്യമാണ് ദൂതന്മാര് വീണ്ടും വീണ്ടും ആ സ്വർഗത്തിൽ അവർ ഉച്ചരിക്കുന്നത്. Amen. Amen. And I believe that's one of the reasons that many in church, like we are fighting over worship styles today. ഇന്ന് സഭകളിൽ അതുകൊണ്ടാണ് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ. ഏത് സ്റ്റൈലിൽ ആരാധിക്കണമെന്ന് ഇതുവരെ ഒരു ഒത്തുതീർപ്പാൻ I remember when I was small, when I was sitting in church. ചെറിയ ഒരു പ്രായത്തിൽ ഞാൻ ചർച്ചിൽ ഇരിക്കുമ്പം, And I remember my dad's a pastor. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. Very nice, but strict വളരെ pastor. നല്ല പാസ്റ്ററാണ്, സ്ട്രിക്റ്റ് പാസ്റ്ററാണ്. So in between I'll just sit like this quietly. അതിൻ്റെ ഇടയ്ക്ക് എങ്ങാണം ഞാൻ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞ He'll come and hit my head. പെട്ടെന്ന് വന്ന് എൻ്റെ തലയ്ക്കിട്ട് ഒറ്റ അടിയെ കിട്ടുമ്പോഴായിരിക്കും ഞാൻ എഴുന്നേക്കുന്നത്. Worship him. നീ ആരാധിക്കടാ. Some of us think that the loudest volume will bring God down. നമ്മളിൽ ചിലരിങ്ങനെ ചിന്തിക്കുന്നു, എത്ര ഉച്ചത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നോ അത്രയും വേഗതയിൽ ദൈവം ഇറങ്ങി Some വരും. places people believe that if you are quiet, only God will come. വേറെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ വിചാരിക്കുന്നു ശബ്ദമേ പാടില്ല. നമ്മൾ Some എത്ര ശാന്തമാണ്. believe that these are all demonic instruments. ചില ഇടങ്ങളിൽ വിചാരിക്കുന്നു ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പൈശാചികമാണ്. Some believe that yes, we need smoke, lights, everything. വേറെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പറയുന്നു ഇല്ല, ഇതൊന്നും പോരാ, അവിടെ ലൈറ്റ് വേണം, സൗണ്ട് വേണം, പുക വേണം. Different. Today we are fighting over that. ഇന്നിപ്പോൾ നമുക്ക് ഭയങ്കര യുദ്ധമാണ്. ഇതിനകത്തൊരു തീരുമാനം അങ്ങോട്ട് വരുന്നില്ലല്ലോ. Amen. Amen. I always believe one thing. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു. If you are a lover of Jesus, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നവനാണ്. you don't need a worship leader to lead you. നിങ്ങൾക്കൊരു വർഷിപ്പ് ലീഡറിന്റെ ആവശ്യമില്ല അവിടെ നയിച്ചുകൊണ്ട് പോകാൻ. Whatever the atmosphere will be, ഏത് അന്തരീക്ഷമാണെങ്കിൽ, what if the mistakes are there, എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിൽ, however the sound might be, അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന് as a കുഴപ്പമുണ്ടെങ്കിൽ, lover of Jesus, യേശുവിന്റെ സ്നേഹിതൻ, you will begin to pour out your love. നിങ്ങളുടെ ഹൃദയം സ്നേഹം യേശുവിന്റെ മുൻപിൽ You will കാഴ്ചവെക്കുക. pour it out to him നിങ്ങൾ യേശുവിന്റെ മുൻപിൽ because കാഴ്ചവെക്കുക. you know it is not for anyone here. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടെ ഒരു പരിപാടിയും കാണിക്കാൻ വന്നവരല്ല. Because I deal with a lot of young people, different kinds. ഞാൻ ഒരുപാട് വ്യത്യസ്തമായ യുവജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Initially, I would see some people and I was like, oh my God, what a worshipper. ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ചില പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര ആരാധനയാണല്ലോ എന്ന് അവരെ കണ്ടാ തോന്നിപ്പോ. Then later I'll ask them, okay, what was your experience? What happened? കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ അനുഭവം എന്തായിരുന്നു? So they will say, no, I was thinking about tomorrow, how will God provide? അപ്പൊ അവരിങ്ങനെ അവരുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ പറയാറുണ്ട്. ആരാധിച്ചു, പക്ഷെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ മുൻപിൽ ഈ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയായിരിക്കും ദൈവം കൈകാര്യം So I began to weep. I began to weep. ഇത് കേട്ടപ്പോൾ ഞാൻ കരയുവാൻ തുടങ്ങി. We have so many reasons to weep. നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ, പലതിനെയും ചൊല്ലി കരയാം. Some of us, we are waiting, Sunday afternoon, where we should eat from. ചില ആൾക്കാരുടെ ഏറ്റവും വലിയ ചിന്ത സൺഡേ ആരാധന കഴിഞ്ഞ് ഉച്ചയ്ക്ക് എവിടെ നിന്നായിരിക്കണം ഇന്ന് കഴിക്കുന്നത്. I know some of my friends, in the church, there's a WhatsApp group that goes between during pastor's sermon. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണ്. Where to eat? ഇന്ന് ഉച്ചയ്ക്ക് എവിടുന്നാ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? We come for so many reasons. ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ When you are able to pour out, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ, the angels kept on doing this. ദൂതന്മാര് ഒരേ കാര്യം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. How do they say and sing the same thing again and again? എങ്ങനെ ആയിരിക്കും അത്? സ്വർഗത്തിന്റെ അന്തരീക്ഷമാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ
കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. Because every time they declare something, കാരണം ഓരോ പ്രാവശ്യവും അവർ ചിലതിനെ വിളിച്ചു പറയും. their eyes are on the throne, അവരുടെ കണ്ണുകൾ അത് സിംഹാസനത്തിന്റെ one that is seated on the throne. സിംഹാസനത്തിന്റെ മേൽ ഇരിക്കുന്നവൻ. Every time they sing that, ഓരോ പ്രാവശ്യവും അവരത് പാടുമ്പോൾ God releases back a revelation. ദൈവം ഒരു വെളിപ്പാടിനെ മടക്കി So the next time they sing that, അടുത്ത പ്രാവശ്യം അവര് വീണ്ടും അത് they പാടുമ്പോൾ sing with revelation. അവര് വെളിപ്പാടോടുകൂടിയാണ് ആ കാര്യം വീണ്ടും And then again they receive another revelation. വീണ്ടും അടുത്ത വെളിപ്പാടിൽ വരികയാണ്. And they sing out again with വീണ്ടും revelation. വെളിപ്പാടോടുകൂടിയാണ് അടുത്ത ശബ്ദം ഉച്ചരിക്കുന്നത്. That is why it is important. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിനകത്ത് ബോറടിക്കാത്തത്, മടുത്തു പോകുന്നത്. That's why every time you come, അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ കടന്നു വരും, ask the Lord for revelation. ദൈവത്തോട് നിങ്ങൾ വെളിപ്പാടിനായി കാംക്ഷിക്കണം. Because if you do not have revelation, നിങ്ങൾക്ക് ഈ വെളിപ്പാടില്ല എങ്കിൽ your worship will die. നിങ്ങളുടെ ആരാധന അത് ചത്തുപോകും. ആമേൻ, ആമേൻ, ആമേൻ. Because you're bringing yesterdays. കാരണം ഇന്നലത്തേതും കൊണ്ടാ നീ വരുന്നത്. I am, suddenly remembering Mary and how she broke the alabaster jar. മറിയെ ഞാൻ ഓർക്കുകയാണ്. ആ സുഗന്ധ തൈലമുണ്ടായിരിക്കുന്ന പാത്രം കൊണ്ടുവന്ന ഉടച്ചയ രംഗം. I studied in Salem. ഞാൻ സേലത്താണ് പഠിച്ചത്. So my friends are all NRI kids. എൻ്റെ കൂട്ടുകാരെല്ലാം NRI കിഡ്സ് ആണ്. So they bring the most expensive perfumes. They go on vacation and bring the most expensive perfumes. അവർ വെക്കേഷനൊക്കെ പോയിട്ട് വരുമ്പം ഭയങ്കര വിലയുള്ള പെർഫ്യൂം ആയിരിക്കും അവർ കൊണ്ടുവരുന്നത്. We are all local people. ഞങ്ങളൊക്കെ ലോക്കൽ ആൾക്കാര്. And so local perfume. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കൽ സാധനം. The way we use that and how they use it is different. നമ്മളത് ഉപയോഗിക്കുന്നതും അവര് അത് ഉപയോഗിക്കുന്നതും രണ്ടും രണ്ട് When it രീതിയിലായിരിക്കും. is a local perfume, അതൊരു ലോക്കൽ പെർഫ്യൂം ആകുമ്പോൾ you will spray for 2-3 minutes. 2-3 മിനിറ്റ് അത് അടിക്കും Everywhere, even into the air. ഓ ലോക്കൽ. Yeah. നമ്മൾ അത് അടിക്കുമ്പോ വലിയ വിലയില്ലല്ലോ. ഇവിടെ അടിക്കുന്നു, അവിടെ അടിക്കുന്നു, Yeah. അന്തരീക്ഷത്തിലൊക്കെ അടിച്ചു വിടുന്നു. But I have seen them. പക്ഷേ ഈ When it's an NRI expensive പിള്ളേര്, one. അത് ഭയങ്കര വിലയുള്ള സാധനം. അവരടിക്കുമ്പോ ഇവിടെ ഒരു ശബ്ദം, അവിടെ ഒരു ശബ്ദം, തീർന്നു. They want to keep it longer. കാരണം ഭയങ്കര വിലയുള്ള സാധനം, അത് അങ്ങനെ അടിച്ചു തീർക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ വെച്ചോണ്ടിരിക്കും. Many of us as worshippers, we come like that. നമ്മൾ ഒത്തിരി ആരാധിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആ സാധനവുമായിട്ടാ വരുന്നത്. Oh, we want to bring yesterday. നമ്മള് ഇന്നലത്തേതിനെ കൊണ്ടുവരുന്നവരാ. We'll be very careful. നമ്മൾ ഭയങ്കര ശ്രദ്ധയുള്ളവരാ. But the Lord is saying, കർത്താവ് പറയുന്നു, to break everything. നിന്റെ കയ്യിലുള്ള എല്ലാം കൊണ്ടുവരണം. That is one of the things about a priest. അതാണ് ഒരു പുരോഹിതനുണ്ടായിരിക്കേണ്ടുന്ന ഗുണം. You do not take yesterday's ഇന്നലത്തേതുമായിട്ട് വരരുത്. yesterday's revelation and bring it today. ഇന്നലത്തെ വെളിപ്പാടുമായി ഇന്ന് ആരാധിക്കാൻ വരരുത്. Ask the Lord for a new revelation. ഒരു പുതിയ വെളിപ്പാടിനായി ദൈവത്തോട് ചോദിക്കണം. Because when He reveals, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് അന്നന്നത്തേക്കുള്ളത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ your song will be different. നിങ്ങളുടെ പാട്ട് വേറെ ആയിരിക്കും. The song on your lips will be different. നിങ്ങളുടെ നാവിലുണ്ടായിരിക്കുന്ന അധരത്തിലുള്ള പാട്ടിനകത്തൊരു പുതുമ, ഒരു ഫ്രഷ്നെസ് Your ഉണ്ടായിരിക്കും. worship will be different. നിങ്ങളുടെ ആരാധന വ്യത്യസ്തമായി. You don't have to be forced to worship. ആരെങ്കിലും ഉന്തിത്തള്ളി ആരാധിക്കേണ്ട ആവശ്യകത You വരില്ല. don't have to be pushed. ആരും നിങ്ങളെ പുറകിൽ നിന്ന് തള്ളണ്ട The ആവശ്യമില്ല. style will not matter to you. നിങ്ങളുടെ സ്റ്റൈലോ അവിടെ ട്യൂണോ ഒന്നും ഒരു വിഷയമായിരിക്കത്തില്ല. He will receive it. കർത്താവ് അതിനെ ഹൃദയപ്രകാരം അങ്ങ് സ്വീകരിക്കും. So every time as a priest, അതുകൊണ്ട് ഒരു പുരോഹിതനായി ഓരോ സമയത്തും, and that can only happen if you have continuous fellowship with Him. ദൈവവുമായിട്ട് നിരന്തരമായ അൺബ്രോക്കൺ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒഴുകുവാൻ പറ്റുന്നത്. അത് നിരന്തരമായ
നിരന്തരമായി തുടർമാനമായി ആചരിക്കുന്ന ഒരു abiding in Him. കർത്താവിൽ വസിക്കുന്ന അനുഭവം. Amen. Amen. Like, some of you know that, when you have a large, feast or a party at home, വീട്ടിൽ നമ്മൾ വലിയൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യുമ്പോൾ you want to wash those big, plates and stuff. അവിടെ അതെല്ലാം കഴുകി വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകണം. Sometimes when you learn, when you want to scrub it, it doesn't go. അത് ഒന്ന് പതുക്കെ സാധാരണ പാത്രം കഴുകുന്ന പോലെ ഒന്ന് തേച്ചാലൊന്നും അത് പോകുന്നില്ല. So what do a lot of people do? എന്താണ് ഒത്തിരി പേര് ചെയ്യുന്നത്? They will put a little liquid, അവരതിനകത്ത് ഇച്ചിരി ലിക്വിഡ് ഇടും, put little water, ഇച്ചിരി വെള്ളം ഇടും, and wait. അതങ്ങനെ ഒന്ന് കുതിർന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെക്കും. Maybe after a few hours, ചില മണിക്കൂറുകൾക്ക് ശേഷം you start to clean. അപ്പോഴായിരിക്കും അതിനെ ഒന്ന് ഒരച്ച് കഴുകാമെന്ന് വിചാരിക്കുന്നത്. That is what abiding does. അതാണ് ദൈവത്തിൽ വസിക്കുക എന്നൊരു കാര്യം നമ്മളിൽ ചെയ്യുന്നത്. Because abiding will set you free. കാരണം അങ്ങനെയുള്ള ഒരു സഹിത്വം, അങ്ങനെയുള്ള ഒരു വസിക്കല് നമ്മളിൽ ഒരു സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുന്നു. Abiding with Him will, push you to the next realm. അങ്ങനെ നാം വസിക്കുമ്പോൾ അടുത്ത തലത്തിലേക്ക് നമ്മളെ കയറ്റിവിടുന്ന ഒരു അനുഭവം അവിടെ He will ഉണ്ടാകും. begin to share secrets and mysteries with you. നിങ്ങളോട് മർമ്മങ്ങളും രഹസ്യങ്ങളും ഹൃദയപ്രകാരം പങ്കുവെക്കുന്ന അനുഭവങ്ങൾ I believe that many of you will begin to hear, things that are going to happen. നിങ്ങളിൽ പലരും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും കേട്ടു തുടങ്ങും. I believe, in the middle of the night, God will wake you up and start and ask you to intercede for cities and nations. Amen. അർദ്ധരാത്രിക്ക് നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളും വിചാരങ്ങളും പറഞ്ഞു തന്ന് ചിലതിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Hallelujah. And that is what a priest will do. അതാണ് ഒരു പുരോഹിതൻ ചെയ്യേണ്ടുന്ന കാര്യം. Amen. 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 Learn to take risk. ഇങ്ങനെയുള്ള ചില റിസ്കുകൾ എടുക്കുവാൻ നിങ്ങൾ We're മനസ്സിലാക്കണം. afraid to take risk today. നമുക്ക് ഇന്ന് ഇങ്ങനെയുള്ള റിസ്കുകൾ എടുക്കാൻ പേടിയാ. We're afraid, what if we fail? നമുക്ക് പേടിയാ, ഞാൻ തോറ്റുപോയാലോ? What if this is disappointing? ഇത് പിന്നീട് എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറി, What if it doesn't work out? ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോയില്ലെങ്കിലോ? Amen. Amen. I believe ഞാൻ വിശ്വസിക്കുന്നു that as priests, പുരോഹിതന്മാരെന്നുള്ള that when we walk with that authority, അധികാരത്തിൽ നാം നടക്കുമ്പോൾ God will align things. ദൈവം കാര്യങ്ങളെ കൂട്ടിച്ചേർക്കും. Amen. Amen. Leave that to Him. അത് കർത്താവ് ചില കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ നടക്കത്തില്ല. അത് കർത്താവിന്റെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കണം. You just take the first step. നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, Being a priest ഒരു പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് is a risk taker. നിങ്ങൾ ഒരു റിസ്ക് എടുത്തെങ്കിലേ പറ്റും. Amen. 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 We see in the Bible of so many people. നമ്മൾ ഒത്തിരി ആൾക്കാരെ വചനത്തിനകത്ത് Gideon. ഗിഡിയൻ, So many people that did strange things. ഭയങ്കരമായ വല്ലാത്ത കാര്യങ്ങളൊക്കെ സ്റ്റെപ്പുകൾ എടുത്ത് ചെയ്തവരെ നമ്മൾ കാണുന്നു. How did they do that? എങ്ങനെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു? They learned to obey Him. അവര് അനുസരണം They പഠിച്ചു. learned to listen to Him. അവര് കേൾക്കാൻ പഠിച്ചവരായിരുന്നു. So let us not just be hearers but doers of His word. നാം ചില കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല, ചിലത് ചെയ്യുന്നവരായി. I believe, in these days, ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകളിൽ God is raising up a new breed of ആമേൻ, people. ദൈവം ഒരു പുതിയ ഒരു ബ്രീഡിനെ എഴുന്നേൽപ്പിക്കുക. That He is raising them up. ദൈവം അവരെ എഴുന്നേൽപ്പിക്കുക. Where worship is pure. അവിടെ ആരാധന, അതിനകത്ത് അത് വിശുദ്ധിയുള്ളതാണ്. Worship is unadulterated. അതിനകത്ത് ഒരു മായവും ചേർക്കാത്ത ആരാധന. Where worship is only to the King of രാജാവിന് Kings. വേണ്ടി, രാജാധി രാജാവിന് വേണ്ടി മാത്രം അർപ്പിക്കപ്പെടുന്ന ആരാധന. So today, ഇന്ന് I want you to look into your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് എത്തി നോക്കണം. And don't wait for people in leadership. ഇവിടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കാത്തു നിൽക്കുന്ന പരിപാടി നിർത്തണം. Yes, you are all priests. നിങ്ങൾ എല്ലാവരും പുരോഹിതന്മാരാണ്.
പുരോഹിതന്മാരാണ്. Everyone seated here. യേശുവിനെ അങ്ങനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങൾ Even പുരോഹിതന്മാരാണ്. the little ones. ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും You're all priests. നിങ്ങൾ പുരോഹിതന്മാരാണ്. You're all priests. നിങ്ങൾ പുരോഹിതന്മാരാണ്. You're all priests. നിങ്ങൾ എല്ലാവരും And I പുരോഹിതന്മാരാണ്. believe that you will release a word today. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്, ഒരു വചനം നിങ്ങളിൽ നിന്ന് പുറപ്പെടും. Amen. I want you to carry this word today. ഇന്ന് നിങ്ങൾ ഈ വചനം നിങ്ങൾ എടുത്തോണ്ട് പോകണം. Amen. ആമേൻ. First, learning to minister to Him. ഒന്നാമത് ദൈവത്തെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവർ Build your fellowship with Him. ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ പണിതെടുക്കുക. Learn to walk with Him. ദൈവത്തോട് കൂടെ നടക്കാൻ പഠിക്കുക. Learn to listen to Him. ദൈവത്തെ കേൾക്കാൻ പഠിക്കുക. Amen. ആമേൻ. You know, listening to Him, I feel is one of the most important things. ദൈവത്തെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Now, if there is a crowd of 100 people, ഒരു 100 പേരുടെ ഒരു കൂട്ടമുണ്ടെന്ന് സങ്കല്പിക്കുക. and if 50 people call out my name, 50 പേര് അവിടെ നിന്ന് എന്റെ പേര് വിളിച്ചാൽ, and in that if my dad is there, അതിനകത്ത് എന്റെ പിതാവുണ്ടെന്ന് വിചാരിക്കുക. I know that is my dad. എനിക്കറിയാം ആ ശബ്ദം എന്റെ പിതാവിന്റെ. Why? എന്തുകൊണ്ട്? Fellowship, കൂട്ടായ്മ, communion, ഞങ്ങളുടെ കൂട്ടായ്മ, spend time with each other, ഒരുമിച്ച് ചെലവഴിക്കുന്ന we've നിമിഷങ്ങൾ, grown with each other. അങ്ങനെ ഒരുമിച്ച് വളരുന്ന So അനുഭവം. I know that voice. ആ ശബ്ദം എനിക്കറിയാം. And so even God's voice has to become that clear. അത്ര വ്യക്തമായി മാറണം നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം. And it will not be clear until you walk in fellowship. അങ്ങനെ കൂട്ടായ്മയിൽ നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായി മാറുകയില്ല. Learn to walk in fellowship with Him. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ സഞ്ചരിക്കുവാൻ നാം പരിശീലിപ്പിക്കപ്പെടണം. Second, learn to cultivate. അതിനുശേഷം നാം വേല ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കും. Cultivate and guard. Cultivate. And guard. നമ്മള് തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. Some of us are happy where we are. നമ്മളിൽ ചിലര് നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ സന്തുഷ്ടരാണ്. Some of us say, oh, I'm baptized, I speak in tongues, I minister, okay, I'm ready to go to heaven now. നമ്മളിൽ ചിലര് പറയും, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ സംസാരിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ഇനി അങ്ങ് സ്വർഗത്തിൽ പോകാൻ ഞാൻ റെഡിയാ. That's what we think. അതാണ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. But cultivate. പക്ഷെ അത് മാത്രം പോരാ, നമ്മള് തോട്ടത്തെ അധ്വാനിക്കുന്ന ഒരു കാര്യമുണ്ട്. Amen. ആമേൻ. You become more like Him. നമ്മള് കർത്താവ് നമ്മക്ക് ഏൽപ്പിച്ചതിനെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു വിഷയമുണ്ട്. You know, any instrument. ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും. You know, if I have this keyboard, ഈ കീബോർഡ് എന്റെ കയ്യിലുണ്ടെങ്കിൽ, if I want to learn this, എനിക്കിത് പഠിക്കണമെങ്കിൽ I cannot go every day for 1 hour and stare at it. എന്നും പോയി 1 മണിക്കൂർ അതിനെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് വന്നാ പോരാ. You know, the power of that keyboard will come into me. ആ കീബോർഡിന്റെ ശക്തി എന്നിലേക്ക് വ്യാപരിക്കും. I will start playing keyboard. അങ്ങനെ ഞാൻ പെട്ടെന്ന് വായിച്ചു. How do I start playing keyboard? എങ്ങനെയാണ് ഒരു കീബോർഡ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്? I practice. ഞാനത് പ്രാക്ടീസ് ചെയ്യും. We have to learn to practice the presence of God. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചതിനെയൊക്കെ നമ്മൾ അതിൽ അധ്വാനിച്ചതിനെ വളർത്തിയെടുക്കുന്ന, കാക്കുന്ന ഒരു പ്രക്രിയയും ഉണ്ടല്ലോ. So we become better. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മെച്ചപ്പെട്ട് മുൻപോട്ട് പോകുന്നത്. Second is to guard. രണ്ടാമത് ഇതിനെ സംരക്ഷിക്കുക. You know, when you reach that stage, ഈ ഒരു സ്റ്റേജ് നമ്മൾ എത്തുമ്പോൾ, oh, you think, you know, that's what happened to Adam and Eve. ആദാമിനും ഹവ്വയ്ക്കും സംഭവിച്ച ഒരു കാര്യം അതായിരുന്നു. ഒരു പ്രത്യേക നില വരെ എത്തിക്കഴിഞ്ഞപ്പോൾ The enemy led them to believe that they are gods. പിശാച് അല്ലെങ്കിൽ സാത്താൻ അവരെ വഞ്ചിച്ച് അവരുടെ ചിന്തകൾ അങ്ങനെ തിരിക്കുവാനിടയായി. ദൈവത്തെ പോലെ നിങ്ങൾ ആയിക്കഴിഞ്ഞു. When we learn to cultivate this, we grow more stronger in it. നമ്മൾ ചില കാര്യങ്ങളിൽ മെച്ചപ്പെട്ട് വളർത്തിയെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യേക കൃപയും കൃപാവരവും ശക്തിയും ഒക്കെ വ്യാപരിക്കും. We have to be careful പക്ഷെ ആ സമയത്താണ് നമ്മൾ ഏറ്റവും അധികം that it ശ്രദ്ധിക്കേണ്ടത്. doesn't hit our head. അത് വന്ന് തലയ്ക്ക് പിടിക്കുന്ന അനുഭവം നമുക്ക് Oh, ഉണ്ടാകരുത്. I prophesy.
അയ്യോ എനിക്ക് പ്രവചിക്കാൻ കഴിയും, Oh, that person got a healing in അയ്യോ my. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേ സൗഖ്യം നടന്നല്ലോ. അരുത്, When you അരുത്. pray, നിങ്ങൾ പ്രാർത്ഥിച്ചു കാണും. when you pray for healing, നിങ്ങൾ സൗഖ്യത്തിന് പ്രാർത്ഥിച്ചു, you're praying for somebody. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. How do you pray? എങ്ങനാ പ്രാർത്ഥിക്കുന്നേ? In the name of Ray William Face to Face റേ Foundation. മില്ലിയം ഫേസ് ടു ഫേസ് ഫൗണ്ടേഷൻ നടത്തുന്ന ആളുടെ പേരിൽ Be healed. സൗഖ്യമാകും. അല്ല, What do we pray? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? In Jesus' name, യേശുവിന്റെ നാമത്തിൽ be healed. സൗഖ്യമാകാം. ആമേൻ, ആമേൻ. That should keep you grounded. അത് നിലം വിടാതെ നമ്മെ താഴ്മയിൽ ജീവിതകാലം നിലനിർത്തേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. Because that's what the enemy will do. അത് തന്നെയാ പിശാച് നമ്മളെ ഇട്ട് കാണിക്കും. The enemy will not just bring something and put it before you. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തി നിങ്ങളെ പ്രലോഭിപ്പിക്കുമെന്നൊന്നും He will വിചാരിക്കണ്ട. want you to believe what he sees. അദ്ദേഹം കാണുന്ന ചില കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയ അവിടെ സംഭവിക്കും. Amen. Amen. He wants you to see what he is seeing. താൻ കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളും കാണണം എന്ന് നിങ്ങളെ That's why പ്രോത്സാഹിപ്പിക്കും. in Genesis, അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം when Eve is battling with the enemy, ഹവ്വ അവിടെ പിശാചിനോട് മല്ലിട്ടോണ്ടിരിക്കുകയാണ്. Genesis 3, the first 5 verses, ആദ്യത്തെ 5 വാക്യങ്ങൾ what is she saying? She's throwing Bible verses. അവിടെ വചനമെടുത്ത് പിശാചിന്റെ പുറത്തോട്ടിട്ട് എറിഞ്ഞു കളിക്കുക. But by the 6th verse, പക്ഷേ 6-ാം വാക്യം, you know what the Bible says? വചനം എന്താ പറയുന്നത്? And the woman saw. ആ സ്ത്രീ കണ്ടു. The woman saw. സ്ത്രീ കണ്ടു. He made her believe what he wanted. എന്താണോ താൻ ആഗ്രഹിച്ചത് അത് ആ സ്ത്രീ കാണുവാൻ തക്കവണ്ണം അവളെ വലിച്ചു കൊണ്ടുപോയി. The power of seeing. കാഴ്ചയുടെ ശക്തി. Have you noticed this? നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? I haven't seen much billboards here. ഞാൻ ഒത്തിരി ബിൽബോർഡുകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. But then when there are in these big billboards, എന്നാൽ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന വലിയ ബിൽബോർഡുകൾ, when you're traveling by bus or നമ്മൾ by ബസ്സിലോ car or any- കാറിലോ ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ചു and പോകുമ്പോൾ you look at that billboard, നമ്മൾ ആ ബിൽബോർഡെ ഇങ്ങനെ നോക്കും. sometimes it's in the afternoon ചിലപ്പം ഉച്ച സമയമായിരിക്കും. and there is a burger's picture there. അവിടെ ഒരു നല്ല ജ്യൂസി ബർഗറിന്റെ പിക്ചർ. Some of you are already started hungry. I already saw it. So you see a burger's picture there. ആ ബർഗറിന്റെ പടം നമ്മൾ കാണുകയാ. You just look at the picture. നമ്മൾ അതിലോട്ടൊന്ന് നോക്കിയത് മാത്രം. Then what happens? പെട്ടെന്ന് എന്ത് You'll do- സംഭവിക്കുന്നേ? ഇങ്ങനെ വെക്കും നമ്മള്. That is the power of seeing. അതാണ് കാഴ്ചയുടെ ശക്തി. It is an advertisement. വെറും ഒരു അഡ്വർടൈസ്. ബർഗർ വന്നു കഴിഞ്ഞു. See, some of you are seeing that, and ഒരു ചായയുടെ പടമായിരുന്നെങ്കിലും. the burger lounge is here somewhere close by. So you see that in the first thing we do that. അത് കാണുന്നുണ്ട് നമുക്കിങ്ങനെ സ്വാഭാവികമായി വരുന്ന ഒരു See, റെസ്പോൺസ്. that is why the companies are spending millions on advertising. അതുകൊണ്ടാണ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് ആണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ Because ചെലവിടുന്നത്. they want you to see. കാരണം ചിലത് നിങ്ങൾ കാണണം. So if the enemy begins to change your mindset, നിങ്ങളുടെ മാനസിക അവസ്ഥ, നിങ്ങളുടെ മൈൻഡിനകത്ത് ചില പ്രത്യേകതരം ചിത്രങ്ങളെ കൊണ്ടിടാൻ the സക്സസ്ഫുൾ enemy ആയാൽ, will tell you, oh, you are the best. അത് കഴിഞ്ഞിട്ട് പറയൂ, അയ്യോ നീയോ, നീ ഏറ്റവും നല്ല. Oh, in fact, you are better than the pastor. അയ്യോ നിനക്കറിയത്തില്ലേ, പാസ്റ്ററിനെ കാട്ടി കഴിവ് നിനക്കുള്ളത്. What a sharp prophet. ഓ എന്തൊരു കൃത്യം. Oh, better than this brother you worship. അയ്യോ ഈ ബ്രദറോ ഇദ്ദേഹത്തെ കാട്ടിലൊക്കെ എത്ര മനോഹരമായി നിങ്ങൾ What പാടും. an anointing you carry. എന്തൊരു അഭിഷേകമാണ്. If people tell like that, run for your life. ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് മാറ്റി നിർത്തി ഇങ്ങനെ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ആളെ സൂക്ഷിച്ചോണം. The enemy wants you to believe. പിശാച് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കണം. Oh, you've reached somewhere. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എത്തും. That's why guard your heart.
അതുകൊണ്ട് തന്നെ ഹൃദയത്തെ സൂക്ഷിക്കണം. Cultivate, നിങ്ങള് വേല ചെയ്യണം, but guard. പക്ഷേ അതിനപ്പുറം കാക്കണം. Guard your heart. നിങ്ങളുടെ ഹൃദയത്തെ, തോട്ടത്തെ നിങ്ങൾ കാവൽ ചെയ്യണം. Amen. ആമേൻ, ആമേൻ. Then what is the next thing I shared? അടുത്ത കാര്യം എന്തുവാ ഞാൻ പറഞ്ഞത്? Talked about ministry to God. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. I talk about cultivating and guarding. തോട്ടത്തിൽ വേല ചെയ്യുന്നതിനെയും അതിനെ കാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. Talk about taking risk. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മൾ ചില റിസ്കുകൾ എടുക്കണം. Amen. Amen, amen. Some of us, people have asked me, ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, what is it that you get from sitting and worshiping? ചുമ്മാ ഇങ്ങനെ ഒരിടത്തിരുന്ന് പാട്ടൊക്കെ പാടി ആരാധിക്കുന്നതിനകത്ത് എന്തുവാ ബ്രദറേ നിങ്ങൾക്ക് കിട്ടുന്നത്? And then if you ask and share your vision to somebody, ഇനി ഇതാണ് എൻ്റെ ദർശനം എന്ന് പറഞ്ഞ് ഞാൻ വേറൊരാളോട് ഇത് പങ്കുവെച്ചാലോ? and even if they want to bless you, നീ ഒരുപക്ഷെ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചേക്കാം എന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു say, താല്പര്യം. why would I bless somebody who is just worshiping and praying? ഉടനെ ഇതാ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക്, വെറുതെ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഇദ്ദേഹത്തെയൊക്കെ എന്തിനാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? I've heard that so many times. എത്രയോ പ്രാവശ്യം ഞാനിത് കേട്ടു. When we built the prayer house in Bangalore, ബാംഗ്ലൂരിൽ പ്രെയർ ഹൗസ് ഉണ്ടാക്കിയപ്പം I remember the first year, ആദ്യത്തെ വർഷം the Lord told me, എന്നോട് കർത്താവ്, I want you to cut every activity that generates income. പൈസ ഉണ്ടാക്കുന്ന എല്ലാ പരിപാടിയും നീ നിർത്തണം. I used to go for weddings, sing for weddings. കല്യാണത്തിനൊക്കെ Conferences. പോകും, കോൺഫറൻസിന് പോകും, വിളിക്കുന്നിടത്ത് പോകും. One year the Lord told me, no. ഒരു വർഷത്തേക്ക് കർത്താവ് എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയതുപോലെ And the പോവരുത്. Lord told me, every day I want you and Bensi to go along with Judah and sit in the prayer house. ഞാനും ബെൻസിയും ജൂഡയും നിങ്ങൾ പ്രെയർ ഹൗസിൽ പോകണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. It's about 3,300 square feet, the main hall. 3300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഹോളിനകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. Some days only me and Bensi. ചില ദിവസങ്ങളിൽ ഞാനും ബെൻസിയും മാത്രം. Some days I have to lead. ചില ദിവസം ഞാൻ ലീഡ് ചെയ്യും. Initially, in a week, almost 3 to 4 days I would lead. 3-4 ദിവസമൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. Sometimes in the night we will look at each other. ചില സമയത്ത് രാത്രിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. What are we doing? എന്നിട്ട് ഇങ്ങനെ പറയും, എന്തുവാ നമ്മൾ ഈ ചെയ്യുന്നത്? When parents call, how are you? How is ministry? എൻ്റെ പാരൻസ് വിളിച്ചു ചോദിക്കും, മോനെ എങ്ങനുണ്ട് ശുശ്രൂഷ? So powerful. ഞാനിങ്ങനെ പറയും, അതിശക്തമായി മുന്നേറിക്കൊണ്ട്. Because I cannot tell we are sitting in a room and praying and worshiping. കാരണം അവരോട് എനിക്ക് പറയാനേ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ഒരു മുറിക്കകത്തിരുന്ന് ഏകാന്തതയിൽ ഇങ്ങനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക. That 1 year, ആ ഒരു വർഷം we saw the Lord providing twice as much as any other year. ആമേൻ, ആമേൻ. മറ്റേത് വർഷത്തെക്കാട്ടിലും ഇരട്ടിയായി ദൈവം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്നത് ഞങ്ങൾ അനുഭവിച്ചു. We just sat every day, we would come. എല്ലാ ദിവസവും അവിടെ ഇരിക്കും. So I want to encourage some of you here. ഞാൻ ഇവിടെയുള്ള നിങ്ങൾ ചിലരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. Your biggest compliment is God looking at you. That's our facility. നിങ്ങളുടെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്, oh, that is your facility. Yes, in Bangalore. Dilip got that. Praise God. Thank you. Thank you, brother. Just imagine 3,000 only me and Benzi in that place. ഇത് 3300 സ്ക്വയർ ഫീറ്റ് ഉള്ള അതിനകത്ത് ഞാനും ബെൻസിയും മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. We have everything, the latest equipment, drums, everything. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സകല കാര്യങ്ങളും അതിനകത്തുണ്ട്. But only me and Benzi. ഞാനും ബെൻസിയും മാത്രം. We did that for 1 year. ഒരു വർഷം ഞങ്ങൾ God started building the team. ദൈവം ആ ടീമിനെ വളർത്താൻ Close to we had about 70 worship leaders. 70 വർഷിപ്പ് ലീഡേഴ്സിനെ കർത്താവ് From ഞങ്ങൾക്ക് the city. ആ പട്ടണത്തിനകത്തുനിന്ന്
You know, I've always asked the Lord, Lord, I want a strategy. Every ministry has a strategy. ഞാൻ കർത്താവിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എനിക്കും ഒരു പദ്ധതി നൽകണം, ഒരു സ്ട്രാറ്റജി വേണം. എല്ലാ ശുശ്രൂഷയ്ക്കും ഒരു പദ്ധതി വേണമല്ലോ. And especially a house of prayer. പ്രത്യേകിച്ച് ഒരു ഹൗസ് ഓഫ് പ്രയർ And മിനിസ്ട്രി. the Lord told me this. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, This is what your strategy should be. ഇതായിരിക്കണം നിന്റെ സ്ട്രാറ്റജി. You come after me and I will go after them. നീ എന്റെ പുറകെ വരണം, ഞാൻ അവരുടെ പുറകെ പൊക്കോളാം. ഹല്ലേലൂയ. That is what we've been following all these years. അതാണ് ഈ വർഷങ്ങളിലൂടെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. You know, every place God has brought the best. ദൈവം എല്ലാ സ്ഥലത്തും ഏറ്റവും മെച്ചപ്പെട്ടതിനെ കൊണ്ടെത്തും. Even here God has brought the best musicians. ഇവിടെ ഏറ്റവും നല്ല മ്യൂസിഷ്യൻസിനെ കർത്താവ് കൊണ്ട് നിർത്തി. And those are, you know, very big in the industry. അവർ ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഏറ്റവും നല്ലതെന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. They've encountered God. അവര് ദൈവത്തെ കണ്ടുമുട്ടിയവരാ. Amen. ഹല്ലേലൂയ. I believe ഞാൻ വിശ്വസിക്കുന്നു. there are many young ones who have backslided in this city. ഈ പട്ടണത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയ ഒത്തിരി യൗവനക്കാർ, Many those who have been hurt. ഒത്തിരി ആൾക്കാരെ മുറിവേറ്റിരിക്കുന്നവരുണ്ട്. I believe the house of prayer Amen, is the amen. perfect platform for them. Amen. ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള പ്രാർത്ഥനാലയങ്ങൾ ഇവരെയൊക്കെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല പദ്ധതിയാണ്. Because there is no agenda here. കാരണം ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്കകത്ത് വേറെ അജണ്ട ഒന്നുമില്ല. The only agenda is ministry. അവിടെ ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുന്നത് മുഖാന്തരം അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവസ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. So for those of you who are already doing this, നിങ്ങൾ ഓൾറെഡി ഈ കാര്യം ചെയ്യുന്നവർ, for those of you who want to step into this, ഇതിലേക്ക് ഇനിയും കാലെടുത്ത് വെക്കാൻ I'm ആഗ്രഹിക്കുന്നവർ, telling you, this is the most beautiful gift. ഞാൻ നിങ്ങളോട് പറയുക ഏറ്റവും മനോഹരമായ ഒരു ഗിഫ്റ്റ് ആണ്. We saw that in the beginning. This priesthood is a gift. നമ്മൾ ആദ്യമേ അത് കണ്ടു, ഈ പൗരോഹിത്യം അതൊരു ഗിഫ്റ്റ് ആണ്. You know, just learning to minister to Him, ദൈവത്തെ ശുശ്രൂഷിക്കാൻ നാം പഠിക്കുന്നു, pouring out to Him. നമ്മുടെ ഹൃദയത്തെ നമ്മൾ പകരുന്നു. Some of you will say, "Oh, I have children. നമ്മൾ ചിലര് പറയും, അയ്യോ എനിക്ക് Who പിള്ളാരെ will take care of them?" അവരെ ആര് നോക്കും? Finances, പൈസയുടെ വിഷയമുണ്ട്, future. ഭാവി കിടക്കുന്നു. Young people who have Amen. come to our place, ഒത്തിരി യൗവനക്കാര് എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. they were useless in the society. അവര് സമൂഹത്തിനൊരു ഭാരം എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടർ. Churches have thrown them out. അവരെ സഭകൾക്കകത്തുനിന്നെടുത്ത് പുറത്തു കളഞ്ഞവരാ. They have long hair. അവരിങ്ങനെ വലിയ മുടി വളർത്തി നടക്കുന്നവരാ. They were on drugs. അവര് ഡ്രഗ്സ് അടിക്കുന്നവരായിരുന്നു. There are some of them who have come to this prayer house and in the bathroom had drugs and come back and sat. ഒത്തിരി പിള്ളേരുണ്ട്, അവരിങ്ങനെ പ്രാർത്ഥനയാന്നൊക്കെ പറഞ്ഞു വരും, ഞങ്ങളുടെ ബാത്റൂമിൽ ഇരുന്ന് ഡ്രഗ്സ് അടിച്ചിട്ട് പിന്നെയും വന്ന് പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് പിന്നെയും പോയിട്ട് പിന്നെയും വന്നിട്ട് ഇതുപോലെ കാണിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. We never let them go. എന്നാൽ ഒരിക്കലും അവരെ തള്ളിക്കളയുവോ അവരെ ചവിട്ടി പുറത്താക്കുവോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. We always left Hallelujah. the Amen. change part to be done by God. ആമേൻ. അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ആ ദൈവ സാന്നിധ്യത്തിലും ദൈവ സ്നേഹത്തിലും രൂപാന്തരപ്പെട്ട് ദൈവം അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ And all of ചെയ്തിട്ടുള്ളത്. them today are ministers somewhere. അവരെല്ലാവരും വിടുവിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് ദൈവഭാഗത്തേക്ക് വന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയുമായി Some are കടന്നുപോയി. worship leaders, some are pastors, ചിലര് വർഷിപ്പ് ലീഡേഴ്സ് ആണ്, ചിലര് പാസ്റ്റേഴ്സ് ആണ്, some are into politics, ചിലര് പൊളിറ്റിക്കൽ ഏരിയയിലേക്ക് some are, you know, pastors of very big churches outside India. ഭാരതത്തിന്റെ പുറത്ത് വലിയ സഭകളെ പാസ്റ്റർ ചെയ്യുന്നവരായി അവര് മാറിയിരിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. You don't know what you are doing. നിങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തുമാത്രം പൊട്ടൻഷ്യലാ. Today we have a lot of Marthas. മാർത്താസ്. ഇന്ന് ഒത്തിരി മാർത്താമാര് നമ്മുടെ ചുറ്റുമുണ്ട്. It is necessary. അത് ആവശ്യം തന്നെയാണ്. But Martha ran to Jesus. പക്ഷെ മാർത്ത ഓടി യേശുവിന്റെ അടുക്കലേക്ക്. And he said, you know, this lot of guests, you know, would you send her to help me? അത് എന്നിട്ട് ഒരു കംപ്ലൈന്റ് പോലെ പറഞ്ഞു, കർത്താവേ എന്തെല്ലാം ജോലി ചെയ്യാനുണ്ട്, എത്ര ഗസ്റ്റ് ഉണ്ട്, ഇവളെ ഒന്ന് പറഞ്ഞു വിട് എന്റെ കൂടെ ജോലി ചെയ്യാൻ. And Jesus said, യേശു പറഞ്ഞു, she has chosen
the best thing. ഏറ്റവും നല്ല അംശം ഇവള് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവളെ കുറിച്ച് പറഞ്ഞത്. And this will never be taken away. ഇതൊരിക്കലും അവളിൽ നിന്നും മാറ്റപ്പെടുകയില്ല. That's the gift. Everything else can be taken away. ബാക്കിയെല്ലാം മാറ്റിക്കളഞ്ഞാലും ദൈവം തന്ന ദാനമത്രേ അത്. One day your prophecy, all this will cease. നിങ്ങളുടെ പ്രവചനം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറ്റുപോകും, നിന്നു പോകുന്ന ഒരു കാലമുണ്ട്. But your ability to minister to him will പക്ഷേ never. ദൈവത്തോട് സഹിത്വം പുലർത്തുന്ന, ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് നിന്റെ അടുക്കൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. I want to just encourage you today. ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. Amen. Many of you have this desire. നിങ്ങളിൽ ഒത്തിരി പേർക്ക് ഈ ആഗ്രഹമുണ്ട്. Amen. God will take care of you. ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും. God will provide for you. ദൈവം കരുതിക്കൊള്ളും. God will take care of your children. നിങ്ങളുടെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. I told you my testimony yesterday. ഞാൻ എൻ്റെ സാക്ഷ്യം ഇന്നലെ നിങ്ങളോട് പങ്കുവച്ചു. It's our 8th year and we are not paying one penny. 8 വർഷമായി മക്കൾക്ക് വേണ്ടി സ്കൂള് സംബന്ധിച്ച് ഒരു പൈസ പോലും ഞങ്ങൾ ചെലവാക്കുന്നില്ല. Completely free. പൂർണ്ണമായിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ ദൈവം അവർക്ക് സാധ്യമാക്കി കൊടുത്തു. How? എങ്ങനെ? Not influence. ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന സ്വാധീനം ചെലുത്തിയത് കൊണ്ടല്ല. We sat in a room. ഞങ്ങള് ദൈവം ഇരുത്തിയെടുത്ത് ഇരുന്നു. We prayed. ഞങ്ങൾ പ്രാർത്ഥിച്ചു. We worshipped him. ഞങ്ങൾ ആരാധിച്ചു. We loved on him. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചു. We kept our eyes on him. നമ്മുടെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് വെച്ചു. He was faithful. ദൈവം വിശ്വസ്തനായിരുന്നു. For all those who are and who want to step into this, ഈ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ജീവിതം, I want to just encourage you. God is with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. What was told to her, അവളോട് പറഞ്ഞത്, she has chosen the best thing. അവൾ ഏറ്റവും നല്ല അംശം It will not be തിരഞ്ഞെടുത്തു. taken away from her. അത് അവിടെ അടുക്കൽ നിന്ന് ആരും എടുത്തോണ്ട് One more thing പോകുകയില്ല. Jesus said, ഒരു കാര്യം കൂടെ യേശു പറഞ്ഞു, she will be remembered. അവള് ഇതിനാൽ ഓർമ്മിക്കപ്പെടും. ഇതിനു വേണ്ടി അവളെ ഓർക്കും. I love God's power. എനിക്ക് ദൈവത്തിന്റെ ശക്തി ഒത്തിരി ഇഷ്ടമാണ്. But more than that, പക്ഷെ അതിനേക്കാളേറെ his heart. ദൈവത്തിന്റെ ഹൃദയം. How many of you can sense God's heart here? Just close your eyes. All your questions, would you give it to him today? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ യേശുവിന് കൊടുക്കുമോ? I'm not going to pray today, but I think before I leave, I will pray. But today, this morning, I believe the Lord wants to ഹല്ലേലൂയ. give a piece of his heart. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഒരു അംശം നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് മനസ്സ് വെച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. How many of you want that piece of God's heart? നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും? Can you stand up? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Especially those who want to step into the house of prayer. ഈ ഒരു ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസിലേക്ക് എനിക്കും കർത്താവേ ഒരു ഭാഗമാകുവാൻ താല്പര്യമുണ്ട് എന്ന് And പറയുന്നു. also those who have been doing it അത് and you ചെയ്യുന്നവർ. felt that, this, is there anything good or worth? ഈ ഒരു ശുശ്രൂഷയിൽ കാലെടുത്ത് വെച്ചവർ, അതിൽ വർഷങ്ങൾ മുൻപോട്ട് പോയവർ, എന്നാൽ കർത്താവേ ഈ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ, Stand up and lift up your hands to him. കരങ്ങളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമോ? Such a sweet presence.